ഇനിയും ഈ തിന്മയുടെ ശക്തികൾ വാഴ്ന്നുകൊണ്ടിരിക്കുമ്പോൾ ഭൂമുഖത്ത് ഫസാദുകൾക്ക് വേണ്ടി മാത്രമാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഫസാദുകൾ എന്ന് പറയുന്നത് വയുഹ്ലിക്കൽ അർസ, എല്ലാവിധ കൃഷികളെയും ഇല്ലായ്മ ചെയ്യുക. എണ്ണപ്പാടങ്ങൾ കൃഷിയാണ്, മൃഗസംരക്ഷണം മൃഗവളർത്തൽ കൃഷിയാണ്. ഇങ്ങനെ കൃഷി എന്ന് പറയുന്ന നാം വിചാരിക്കുന്നത് പോലെ ഏതാനും ചില ചെടികളെ കുറിച്ച് മാത്രമല്ല. സിറാ എന്നല്ല ഉപയോഗിച്ചിട്ടുള്ളത്, ഹർസ് എന്ന പദമാണ്. ഭൂമുഖത്ത് ഹർസ് മിഹ്റാസ് കൊണ്ട്, കലപ്പ കൊണ്ട് ഉഴുതുണ്ടാക്കുന്ന ഏതൊരു വിഭവങ്ങൾക്കും കൃഷി എന്ന് പറയാവുന്നതാണ്. അതുകൊണ്ട് ജന്തു കൃഷികളാവട്ടെ, മറ്റുള്ള എണ്ണ കൃഷികളാവട്ടെ, ഏത് വിഭാഗം മനുഷ്യർക്ക് ഭാവിയിൽ കിട്ടാനുള്ള ഉപകാരങ്ങൾ മുഴുവനും എടുത്ത് നശിപ്പിക്കുന്ന ഒരു വിഭാഗമായിരിക്കും ദീനുൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ. അവർ വളരാതിരിക്കുവാൻ വേണ്ടി സത്യവിശ്വാസികൾ ശ്രദ്ധിക്കണം. കൃഷി മാത്രമല്ല, വന്നസിൽ, അടുത്തു വരുന്ന തലമുറയെക്കുറിച്ചാണ് നസിൽ എന്ന് പറയുന്നത്. ഭാവിയിൽ വരാൻ പോകുന്ന കുഞ്ഞുങ്ങൾ, അടുത്ത തലമുറയെപ്പോലും ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്, ഫസാദുകളാണ് ഭൂമുഖത്ത് അവർ ചെയ്തുകൊണ്ടിരിക്കുക. അതിനാൽ സത്യവിശ്വാസികൾ 1.25 ലക്ഷം പ്രവാചകന്മാരുടെ സന്ദേശങ്ങൾ, നസീഹത്തുകൾ, അവരുടെ വാളുകൾ, അവരുടെ റിസാലകൾ മനസ്സിലാക്കി മനുഷ്യർ മുന്നോട്ട് നീങ്ങണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുകയാണ്.